ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർറഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. Our Father in heaven, holy be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive us sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om yonda pravishya mama vajamimam prasuptam sanjeevayitya shakti dharaswadhamnam अन्यां सहस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यं. പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വളരെയേറെ സന്തോഷമുള്ള ഒരു വേദിയാണല്ലോ ഇത്. ചില വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുമ്പോഴും അവരുമായി അടുക്കുമ്പോഴൊക്കെ ഞാൻ ഓർത്തു പോകുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാനുണ്ടായ ആ കഥകളാണ്. സൂഫി പരിപ്രേക്ഷ്യത്തിൽ പല പ്രാവശ്യം നമ്മൾ ആ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പശ്ചാത്തലത്തിലും പൊതുവെ യഹൂദ ക്രിസ്തീയ പരിപ്രേക്ഷ്യത്തിലൊക്കെ ദൈവം ആദം നബിയെ സൃഷ്ടിക്കാനിടയായ കഥ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കിയത് മലക്കുകളെയാണ്, മാലാഖമാരെയാണ്. അവരെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകതരം പ്രകാശത്തിൽ നിന്നാണ്. നമ്മൾക്കറിയാവുന്ന പ്രകാശത്തിൻ്റെ വേവ് ലെങ്തോ അതിൻ്റെ സ്വഭാവ ഗുണങ്ങളോ അല്ല. അവരെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് വിശിഷ്ടമായ പ്രകാശത്തിൽ നിന്നാണ്. ദൈവം തന്നെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ പ്രകാശമാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർള് എന്നൊക്കെ ഖുർആനിൽ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അല്ലെങ്കിൽ ആകാശഭൂമികളുടെയും ഒക്കെ അടിസ്ഥാന പ്രകാശമാകുന്നു, അതിൻ്റെയൊക്കെ സോഴ്സായിട്ടുള്ള പ്രകാശമാകുന്നു ദൈവം. അങ്ങനെ പ്രകാശസ്വരൂപനായ ദൈവം ഒരുപാട് മലക്കുകളെ പ്രത്യേകതരം തീയിൽ നിന്നും അഗ്നിയിൽ നിന്നൊക്കെ ഉണ്ടാക്കി, പ്രകാശത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കി. അവരെ കുറേ ഡ്യൂട്ടികൾ ഏൽപ്പിച്ചു. അവർക്ക് മരണമില്ല. അവരെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കൊല്ലാനും കഴിയില്ല. അവരെ ഇല്ലായ്മ ചെയ്യാൻ ആർക്കും കഴിയില്ല. അവരിങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടും ദൈവം പറയുന്ന ചില ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലാരും തന്നെ മനുഷ്യൻ്റെ പ്രൊജക്റ്റ് ദൈവം ചിന്തിക്കുന്നത് വരെ അവരുടെ ഒന്നും നിയോഗത്തിൽ നിന്ന് ഒരു കടുക് മണി മാറി ചിന്തിച്ചിട്ടില്ല. അവരാരും അവരുടെ ഡ്യൂട്ടിയിൽ നിന്ന് ഒരു തെറ്റും വീഴ്ത്തിയിട്ടില്ല, ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. സുജൂദ് ചെയ്തുകൊണ്ട് ആരാധിക്കുന്നവർ സുജൂദ് ചെയ്തുകൊണ്ട് ആരാധിക്കുന്നു. കിടന്നുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ അങ്ങനെ തന്നെ യുഗയുഗങ്ങളായി ചെയ്തു പോന്നു. പറന്നു നിന്നുകൊണ്ട് ആരാധിക്കുന്നവരുണ്ട്, ഇരുന്നു കൊണ്ട് ആരാധിക്കുന്നവരുണ്ട്, പാറി നടന്നുകൊണ്ട് ആരാധിക്കുന്നവരുണ്ട്. ദൈവത്തെ ആരാധിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് അധിക സമയവും അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അതിലെ ചില ദൂതന്മാരെ മാത്രമാണ് ചില ഇടങ്ങളിലേക്ക് മെസ്സഞ്ചേഴ്സായിട്ട് പറഞ്ഞയക്കുക. നീ പോയി അത് അവിടെ ചെയ്തിട്ട് വരണമെന്ന് പറയുന്ന ഒന്ന് രണ്ട് പ്രധാനികളെയൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ഒരാളാണ് ഗബ്രിയേൽ അല്ലെങ്കിൽ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ. ഒരുപാട് ഈലുകളുണ്ട്. ഗബ്രിയേൽ ഏൽ എന്ന് പറയുന്നത് യഹൂദ ഭാഷയിൽ ദൈവത്തിനെയാണ്. ദൈവത്തിൻ്റെ ഗബ്ർ ഏൽ, ദൈവത്തിൻ്റെ ഗബ്ർ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുമ്പോൾ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കൃത്യമായി ആരാധന നിർവഹിച്ച ഒരു സമൂഹം ഉണ്ടായിട്ടും ദൈവം എവിടെയോ ഒരു ജീവിയെ കൂടി പടയ്ക്കണമെന്ന് ആലോചിച്ചു. അതോടുകൂടി സത്യം പറഞ്ഞാൽ സ്വർഗത്തിലൊരു സമാധാനമുണ്ടായിരുന്നു, നശിച്ചോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും.
ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിക്കണമെന്ന് ചിന്തിച്ച് ദൈവം ഈ പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടി മുശാവറ കൂടി, അല്ലെങ്കിൽ അതിൻ്റെ യോഗം കൂടി. എല്ലാ ദൈവദൂതന്മാരെയും വിളിച്ചു വരുത്തി, എല്ലാ മലായിക്കത്തെയും എല്ലാ മലക്കുകളെയും വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം ഈ പ്രൊജക്റ്റ് അവതരിപ്പിച്ചു. ഞാനൊരു പുതിയ ജീവിവർഗത്തെ ഉണ്ടാക്കാൻ പോകുന്നു. അതുവരെ എല്ലാ ജീവിവർഗങ്ങളെയും പൂർത്തിയാക്കി പടച്ചവൻ ഒരു പുതിയ ജീവിവർഗം ഉണ്ടാകുന്നു എന്ന് കേട്ടപ്പോൾ സന്തോഷിച്ച ഒരുപാട് മലക്കുകളുണ്ട്. എന്നാൽ ആ മലക്കുകളിലെ പ്രധാന ദൂതൻ, ആ മലക്കുകൾക്കൊക്കെ ഉസ്താദായിരിക്കുന്ന ഒരാൾ, അവർക്കൊക്കെ നേതാവും അവരെയൊക്കെ നയിക്കുന്നതുമായ ഒരു നേതാവായിട്ടുള്ള ഒരു മലക്കിന് ഈ ഐഡിയ അത്ര ബോധിച്ചില്ല. അവിടെ ആദ്യത്തെ ഒരു ചോദ്യം ചെയ്യൽ പ്രസ്ഥാനം തുടങ്ങി. ഇതിപ്പോൾ എന്തിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്? ഇനിയിപ്പോൾ ഈ ഈ ചങ്ങായിമാരുണ്ടാക്കി കഴിഞ്ഞാൽ, ഈ പുതിയ ജീവികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കിപ്പോൾ എന്ത് ഡ്യൂട്ടിയാണ് കൊടുക്കുക? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവരൊക്കെ ഞങ്ങളൊക്കെ പോരെ, എന്ത് പറഞ്ഞാലും ഒരു കടുകിട വ്യത്യാസമില്ലാതെ അനുസരിക്കുന്ന ഒരു വലിയ വൃന്ദമാണ് മലാകമാർ. നീ എന്തും പറഞ്ഞോ, നിന്നെ ആരാധിക്കുന്നില്ലേ, ഞങ്ങൾ മര്യാദയ്ക്ക് ആരാധിക്കുന്നു. 50 നേരം ഇവിടെ മനുഷ്യനോട് പറഞ്ഞിട്ട് നമുക്ക് 5 നേരമാക്കി ചുരുക്കിയിട്ട് ആ 5 നേരം കൂടി മര്യാദയ്ക്ക് നിസ്കരിക്കാൻ വയ്യാത്ത മനുഷ്യന്മാരാണ്. അവിടെ 50 അല്ല, ഓരോ അണുസെക്കൻഡ് വെച്ചിട്ട് അവിടെ സുജൂദ് നടക്കുന്നുണ്ട്, ആരാധന നടക്കുന്നുണ്ട്, ഇബാദത്ത് നടക്കുന്നുണ്ട്. ഒരു തെറ്റും അവിടെ മലക്കുകൾ വരുത്തിയിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് എന്ന് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം അതിൻ്റെ ഒരു നന്മ ഉദ്ദേശിച്ച് ചോദിച്ചതായിരിക്കാം. പക്ഷെ അതൊരനുസരണക്കേടായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലായി മാറി. ഏതായാലും അവസാനം സമ്മതിച്ചു, ബാക്കിയുള്ളവരൊക്കെ സമ്മതിച്ചു. മണ്ണ് കൊണ്ടുവരാനൊക്കെ നമ്മൾ ആ കഥകൾക്കൊന്നും പോകുന്നില്ല. ഏതായാലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോഴും ആർക്കും മനസ്സിലാകുന്നില്ല ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ നിയത്ത് എന്താണ്, ഉദ്ദേശം എന്താണ് അതിലെ സതുദ്ദേശം എന്നവർക്ക് മനസ്സിലാകുന്നില്ല. അവസാനം ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ്റെ മുമ്പിൽ എല്ലാവരെയും പരിചയപ്പെടുത്തി, ആന, കുതിര, ഒട്ടകം, മയിൽ എല്ലാത്തിനെയും പരിചയപ്പെടുത്തി. പുതിയ SI വരുമ്പോൾ ആ യൂണിറ്റിൽ എല്ലാവരും വന്ന്, അല്ലെങ്കിൽ ആ സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ പോലീസുകാരും ഫുൾ യൂണിഫോമിൽ വന്ന് രാവിലെ ഒരു പരേഡൊക്കെ നടത്തി അയാൾക്കൊരു സല്യൂട്ടൊക്കെ കൊടുക്കുന്ന ചടങ്ങുണ്ട്. എന്ന് പറയുന്നത് പോലെ ദൈവം പറഞ്ഞു, ഈ മനുഷ്യനൊന്ന്, ഈ ഞാനുണ്ടാക്കിയ ആദിമ മനുഷ്യനായ ആദത്തെ നിങ്ങളൊന്ന് സല്യൂട്ട് ചെയ്യുക, ഒന്ന് സുജൂദ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുപോയി. അപ്പോൾ ഉടനെ നമ്മളെ മുമ്പേ ഈ പ്രൊജക്റ്റ് ഇഷ്ടപ്പെടാത്ത മറ്റൊരു ആദ്യത്തെ നമ്മുടെ ഉസ്താദായിട്ടുള്ള മലക്കുകളുടെ ഉസ്താദായിട്ടുള്ള ഉസ്താദ് ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു, ഇന്ന ശിർക്കലുൽമുൻ അലീം, ശിർക്കാണ് ഏറ്റവും വലിയ അക്രമം. നിന്നെ ഒഴിച്ചല്ലാതെ വേറൊരാളുടെ മുമ്പിൽ എൻ്റെ തല കുനിയൂലാന്നു. അത് നീ സൃഷ്ടിച്ച ഈ ചളിക്കട്ട കൊണ്ടുണ്ടാക്കിയ, മണ്ണിലെ ഏറ്റവും വൃത്തികെട്ട സാധനം കൊണ്ടുണ്ടാക്കിയ, ചത്തുപോകുന്ന, ഞങ്ങളെപ്പോലെ തീ പോയിട്ട് ഞങ്ങളെപ്പോലുള്ള തീയിൻ്റെ അടുത്ത് വരുമ്പോഴേക്കും ദഹിച്ചു പോകുന്ന, ഞങ്ങളുടെ അത്രയൊന്നും ഫീച്ചേഴ്സ് ഇല്ല ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. മലക്കുകളുടെ ഫീച്ചേഴ്സും നമ്മളെ ഫീച്ചേഴ്സും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പഴയ ഫോണും പുതിയ ഐഫോണൊക്കെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ശ്രേണിയിൽപ്പെട്ട സ്മാർട്ട് ഫോണും തമ്മിലുള്ള എത്രങ്ങാനും ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസമുണ്ട്. മനുഷ്യൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ കുറവും മലക്കുകളുടെ ഫീച്ചർ വളരെ കൂടുതലുമാണ്. എന്നാൽ ദൈവം ഇദ്ദേഹത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഡ്യൂട്ടി, മനുഷ്യന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്യൂട്ടി ഭയങ്കര, അതിൻ്റെ ഫങ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമാണ്. ഫീച്ചർ കുറവും അതിൽ നിന്നുള്ള ഫങ്ഷൻ കൂടുതലുമാണ്. എന്നാൽ മലക്കുകൾക്ക് വെറും ഈ ആരാധന ഫങ്ഷൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ഫീച്ചർ ഭയങ്കര കൂടുതലാണ്. അവർക്ക് മരണമില്ല. ഇനിയും അന്നുണ്ടാക്കിയ മലക്കുകൾ ഇനിയും മരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ 60, 70, 90, 100, 100, 120 അപ്പുറത്തേക്കൊന്നും ഇന്നത്തെ കാലത്ത് പോകാൻ കഴിയില്ല. നമുക്ക് ഓരോ ദിവസവും എത്ര നേരം കിടന്നുറങ്ങണം, എത്ര ഭക്ഷണം കഴിക്കണം, അതിനുവേണ്ടി ചിന്തിക്കണം. മറ്റ് നമ്മുടെ തലമുറകളെ ഉണ്ടാക്കാനുള്ള പ്രക്രിയയിൽ ഏർപ്പെടണം. കാമം, ക്രോധം, ലോഭം, മതം, മോഹം, മത്സരം ഒക്കെ ഉണ്ടാവണം. മലക്കുകൾക്ക് ഈ വക പരിപാടികളൊന്നുമില്ല. മലക്കൾ മരിക്കാത്തോട്ട് തന്നെ പുതിയ കുട്ടികളെ കല്യാണം കഴിച്ച് മാലക കുട്ടികളെ ഉണ്ടാക്കാനൊന്നും ഓൽക്ക് അതിൻ്റെ ഡ്യൂട്ടി കൊടുത്തിട്ടില്ല. ഓൽക്ക് ആ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സാധനങ്ങളില്ലാത്ത, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ സംഗതി കൂടിയവർക്ക് ചെറിയ ഡ്യൂട്ടി എന്താണ്? ദൈവത്തെ ആരാധിക്കുക, പറയണത് കേൾക്കുക.
മനുഷ്യനാണെങ്കിലോ ഫീച്ചേഴ്സ് വളരെ കുറവ്. എന്നിട്ടോ ഒരുപാട് ഡ്യൂട്ടികളുമായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിനോട് ചോദ്യം ചെയ്ത മലക്കിന് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ദൈവം മനുഷ്യനെ പടച്ചത് ഈ പറയുന്ന പ്രപഞ്ചത്തിന് മുഴുവൻ ദൈവത്തിൻ്റെ ഖലീഫയാകാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ആശയം ഖുറാനിലുണ്ട്. ആയത്തൊക്കെ ഇവിടെ ഉസ്താദുകളൊക്കെ പറയും. എനിക്ക് ശേഷം ഹൈത്തമി ഉസ്താദൊക്കെ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ കൃത്യമായ ആയത്തൊക്കെ അവിടുന്ന് ചോദിച്ചാൽ മതി. ആ ഒരർത്ഥത്തിൽ ദൈവം തൻ്റെ പ്രതിനിധിയാകാൻ, തൻ്റെ അംബാസഡറാകാൻ, തൻ്റെ ഖലീഫയാകാൻ, തൻ്റെ പ്രതിനിധാനം ചെയ്യാൻ ഒരു ജീവിവർഗത്തെ സൃഷ്ടിച്ചത് മനുഷ്യനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ ആവർത്തിക്കുന്നു. അല്ലെങ്കിൽ ആദം സന്തതികൾ മനുഷ്യർ നിങ്ങൾ എൻ്റെ ഖലീഫയാവണം എന്ന നിയത്തോടു കൂടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം എന്താണ് ദൈവത്തിന് അങ്ങനെ തോന്നാൻ കാരണം? താൻ തന്നെ ഈ ലോകത്തിൽ അവതരിച്ചു വന്നാൽ, ദൈവം അവതരിച്ച് മനുഷ്യലോകത്തിലേക്ക് വന്നാൽ അത് ദൈവത്തിന് ഏറ്റവും വലിയൊരു ക്ഷയമാണ്, അതൊരു കുറവാണ്. അദ്ദേഹത്തിൻ്റെ വല്ലഭത്വത്തിന്, അല്ലെ അദ്ദേഹത്തിൻ്റെ ആ വിശ്വംഭരത്വത്തിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവ സംതിങ്ങിനൊക്കെ വളരെ കുറവാണ്. കാരണം ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിൽക്കുന്ന ഒരു സോഴ്സ് ഏതെങ്കിലും ഒരു ഗർഭപാത്രത്തിലേക്ക് ചുരുങ്ങി, ഏതെങ്കിലും ഒരു പിതാവിൻ്റെ ബീജത്തിലൂടെ, ഏതെങ്കിലും മാതാവിൻ്റെ അണ്ടത്തിലൂടെ, ഒരു ഗർഭപാത്രത്തിലൂടെ ഗർഭപീഠകൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരു പൊട്ടനെ പോലെ ഒന്നും അറിയാതെ ഇള്ളയെന്നും പറഞ്ഞുകൊണ്ട് ജനിക്കുക എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് എതിരായിട്ടുള്ളൊരു പരിപാടിയാണ്. അങ്ങനെ അവതരിക്കാൻ ദൈവത്തിന് കഴിയില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിനിവിടെ ഖലീഫയായി ആരെങ്കിലും ഉണ്ടാകണം. അത് ആനയിലൂടെയോ പോത്തിലൂടെയോ ഏതെങ്കിലും മൃഗത്തിലൂടെയോ ഏറ്റവും ഭംഗിയുള്ള മയിലിലൂടെയൊന്നും ചെയ്താൽ ദൈവത്തിന് ശരിയാവും. അതുകൊണ്ട് തന്നെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഒരു പക്ഷേ എന്തെങ്കിലും ഒരു സാദൃശ്യം ദൈവത്തോടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനുഷ്യരൂപത്തിനോടായിരിക്കും, മനുഷ്യനെപ്പോലെ ആയിരിക്കണം. നമുക്കറിയില്ല. കാരണം അത്തരം രൂപസങ്കല്പങ്ങൾക്ക് ഇസ്ലാമിലും കൃത്യമായ വേദമതത്തിലൊന്നും അത്തരം രൂപസങ്കല്പങ്ങളില്ല. അതുകൊണ്ട് ഏറ്റവും പ്രാമാണികമായ നിർഗുണ സങ്കല്പത്തിലൊന്നും ദൈവത്തിനൊരു രൂപം സങ്കല്പിക്കാൻ നമുക്ക് കഴിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ആയിരിക്കാമെന്നൊക്കെയാണ് പലരും പറയുന്നത്. അപ്പോൾ ഈശ്വരൻ എന്നിട്ട് എന്തു ചെയ്തു, അല്ലെങ്കിൽ ദൈവം എന്തു ചെയ്തു? ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ, ചെളി കൊണ്ടുണ്ടാക്കിയ ഈ ആദത്തിൻ്റെ മൂക്കിലേക്ക് ദൈവത്തിൻ്റെ ആ കണക്ഷൻ, ആ റൂഹിനെ ഊതി എന്നുള്ളതാണ്. മറ്റൊരു മൃഗങ്ങൾക്കും അതില്ല എന്നുള്ളതാണ്, മൃഗങ്ങൾക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യഹൂദ മതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ റൂഹ് ഊതപ്പെട്ടത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ചൈതന്യം ഇപ്പോഴും ഉള്ളത്, ആ പ്രാണരൂപേണ ഇപ്പോഴും ഉള്ളത് മനുഷ്യനിൽ മാത്രമാണ്. എന്നിട്ട് എന്താ മനുഷ്യൻ്റെ ഡ്യൂട്ടി? ദൈവത്തിന് വേണ്ടി കാണുക, ദൈവത്തിന് വേണ്ടി മനസ്സിലാക്കുക, ദൈവത്തിന് വേണ്ടി കേൾക്കുക, ദൈവത്തിന് വേണ്ടി ഈ ലോകത്തെ സംവിധാനം ചെയ്യുക, ദൈവമിഷ്ടപ്രകാരം ഈ ലോകത്തിൽ ജീവിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ലോകത്തിൽ പലതും ചെയ്യുക, കാരുണ്യം പ്രവർത്തിക്കുക. ഇതാണ് ദൈവം എപ്പോഴും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള കാരുണ്യമൂർത്തികളെ കാണുമ്പോഴാണ് ഞാൻ ഈ കഥ എപ്പോഴും ആലോചിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് പേര് ലോകത്തിലുണ്ട്. എല്ലാവർക്കും എല്ലാവരുടെയും ഡ്യൂട്ടി ഇതാണ്. ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഡ്യൂട്ടികൾ ചെയ്യുന്നവരായി ഓരോരുത്തരും മാറണം, കാരുണ്യങ്ങളായി മാറണം. കൃത്യമായി ഇസ്ലാമിൻ്റെയൊക്കെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ ഞാനൊക്കെ കണ്ടിട്ടുള്ള ആയത്താട്ടോ, അല്ലെങ്കിൽ ഞാനൊക്കെ മനസ്സിലാക്കിയ ആയത്തിൻ്റെ അർത്ഥം എങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ ഞാനൊക്കെ വായിച്ചതും മനസ്സിലാക്കിയതുമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആയത്ത് ഞാൻ എപ്പോഴും ചൊല്ലാറുണ്ട്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും, ഇത് വിശ്വാസകാര്യമാണ്, ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. ഇന്നല്ലദീന ആമനു, വിശ്വസിച്ചവനാകട്ടെ, വല്ലദീന ഹാദു യസൂഹദനാകട്ടെ, വ നസാറ വ സ്വാബീന, നസ്രാണിയോ സ്വാബീനോ ആരും തന്നെയാട്ടെ, വ അമില ഫലാഹും മജറഹും. എന്താ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ആഖിറിൽ വിശ്വസിക്കുക, നല്ല അമലുകൾ, സ്വാലിഹായിട്ടുള്ള അമലുകൾ ചെയ്യുക.
ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലമുണ്ട്. ഫലാഹും അജ്റഹും മിൻ റബ്ബിഹി ലാ ഖൗഫുൻ അലൈഹി, അവർക്കൊരു പേടിയും വേണ്ട. വലാ യഹ്സനൂൻ, അവർ ലജ്ജിക്കേണ്ടി വരില്ല. ഇതൊരു ഫോർമുലയാണ്. ഈ ഫോർമുല എല്ലാ മതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു, പ്രചരിപ്പിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കാണുന്നത് സൂറത്തുൽ ബഖറയിലും അൽ വായിദയിലും ആവർത്തിച്ചിട്ടുള്ള ഈ ഒരു സൂക്തത്തിന് വളരെയധികം ഇന്നത്തെ കാലത്ത് പ്രസക്തിയുണ്ട്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വനസാര വസ്വാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലഹും അജ്റഹും മിൻ റബ്ബിഹി ലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ. ഇത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടത്. എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവവിശ്വാസം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുക, തുടക്കമുണ്ടെന്നും ഒടുക്കമുണ്ടെന്നും വിശ്വസിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ഫോമാണ്. ഓരോ മതവും ഫങ്ഷണൽ ആകുന്നത് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി കൊണ്ടാണ്. ആ പ്രാക്ടിക്കാലിറ്റി ഇല്ലെങ്കിൽ അത് വെറും ഐഡിയ, ഫിലോസഫി, തിയോളജിയൊക്കെ ആയിട്ട് വെറും തലയുടെ മേലുള്ള എന്തോ സാധനങ്ങളായിട്ട് പോകും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അടുത്ത് ഇവിടെ ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് അമല സ്വാലിഹായിട്ടുള്ള അമലുകൾ ചെയ്യുക എന്നുള്ളതാണ്. സ്വീകരിക്കപ്പെടുന്ന ധർമ്മവും ഈശ്വരനാലും അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുന്ന അമലുകൾ ചെയ്യുന്നവരായിട്ട് മാറും. അല്ലാണ്ട് കള്ള് കുടിക്കാവുന്നവന് കള്ള് മേടിച്ചു കൊടുക്കലും, വ്യഭിചരിക്കാൻ മുട്ടി നിൽക്കുന്നവന് അതിന് സൗകര്യം ചെയ്തു കൊടുക്കണം, നല്ല കാര്യമായിരിക്കാം. പക്ഷെ അത് സ്വാലിഹായിട്ടുള്ള അമലല്ല, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട അല്ലെങ്കിൽ ധർമാനുഷ്ഠിതമായിട്ടുള്ള അമലുകളല്ല. നല്ല പ്രവൃത്തിയാകണമെങ്കിൽ അത് ധർമ്മവും ഈശ്വരനും പറഞ്ഞതിരെയായിരിക്കും. അങ്ങനെയുള്ളത് എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് വിശക്കുന്നവന് ആഹാരത്തിൻ്റെ രൂപത്തിൽ, ദാഹിക്കുന്നവന് വെള്ളത്തിൻ്റെ രൂപത്തിൽ, മാനം പോകുന്ന അവസ്ഥയിൽ അവൻ്റെ മാനം കാക്കാൻ വേണ്ടി നിന്റെ സ്വത്തിലും സമ്പത്തിലുമുള്ളതിൻ്റെ ഷെയറിങ്, അവനവന് സമ്പാദിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് അവകാശമുണ്ടെന്ന വാദം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇസ്ലാമിൻ്റെ എക്കണോമിക് സങ്കല്പം. എൻ്റെ സ്വത്തിൽ ആർക്കൊക്കെ അർഹതയുണ്ടെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ആ വെളിപാട് ലഭിക്കുന്നവനാണ് അൽ മാരിജ് സൂറത്തിലൊക്കെ ഒരു ആശയം വരുന്നുണ്ട്. മഹ്റൂമിങ്ങളെ തിരിച്ചറിയുന്നതാണ് നമസ്കാരം നിലനിർത്തുന്നവൻ്റെ ലക്ഷണം. അവിടെ മിസ്കീനും പറയുന്നുണ്ട്, മഹ്റൂമും പറയുന്നുണ്ട്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ. അപ്പോൾ മഹ്റൂമോ? നമുക്ക് അതും പല ട്രാൻസ്ലേഷനിലും അതും എന്താണ്? ദരിദ്രനാണ്. പക്ഷേ ഹറാം എന്ന വാക്കിൽ നിന്നാണ് മഹ്റൂം എന്ന വാക്കിൻ്റെ ഉത്ഭവം. ഹറാം, നിഷേധിക്കപ്പെട്ടവൻ. ഐശ്വര്യം ദൈവത്താൽ നിഷേധിക്കപ്പെട്ടവരും ഈ ലോകത്തിലുണ്ട്. അത് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. അതായത് അവരൊരിക്കലും ദൈവമേ ഈ പറയുന്ന പ്രയാസങ്ങളും ഐശ്വര്യ നിഷേധവും ദാരിദ്ര്യവും ഒക്കെ നീ എനിക്ക് തന്നതാണ്, നിന്റെ ഇച്ഛയാണ്, നിന്റെ ഇച്ഛയുള്ളത് കൊണ്ടാണ് ഞാൻ ദരിദ്രനായി മാറിയത്, അല്ലെങ്കിൽ ഇന്നത്തെ ആഹാരത്തിനുള്ള വക എൻ്റെ കയ്യിൽ ഇപ്പോഴില്ലാത്തത് ദൈവമേ നിന്റെ ഇച്ഛ കൊണ്ടാണെന്ന് ഉറപ്പ് വരുന്നവനാണ് മഹ്റൂം. മറ്റേത് പള്ള വിശക്കുമ്പോൾ എന്തെങ്കിലും എവിടുന്നേലും കിട്ടണം, പോയി എവിടുന്നേലൊക്കെ ചോദിക്കണം എന്ന് പറയുന്നവനാണ് മിസ്കീൻ. ഇതൊക്കെ എൻ്റെ വ്യാഖ്യാനാട്ടോ, തെറ്റുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പണ്ഡിതന്മാർ തിരുത്തി തരും. എനിക്ക് ഒരു നിർബന്ധമല്ല അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ട് പഠിച്ചോളണം എന്ന്. ഞാൻ എന്തൊക്കെയോ പറയുന്നു, എന്നെ വിളിച്ചോണ്ടല്ലേ, അടുത്ത പ്രാവശ്യം വിളിക്കണ്ട. ഞാൻ പറയുന്ന മിസ്കീൻ എന്ന് പറയുന്നത് അവന് അവകാശമുണ്ട്, അവന് പോയി ചോദിക്കാം. അതിന് ഇസ്ലാം അനുവാദം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ സക്കാത്തും സദക്കയൊക്കെ എനിക്ക് തരൂ എന്ന് പറയാൻ അവന് അധികാരം കൊടുത്തിട്ടുണ്ട്. പോയി ചോദിക്കാം, അവകാശമുണ്ട്. പക്ഷെ മഹ്റൂം ഒരിക്കലും ചോദിക്കൂല. കാരണം എന്താണെന്നറിയോ? അവനറിയാം ദൈവമാണ് തനിക്ക് ഈ പറയുന്ന ഐശ്വര്യ നിഷേധം നടത്തിയിരിക്കുന്നത് എന്നത് പോലും അറിഞ്ഞത്, അത് സ്വീകരിച്ച് അതിൽ പൊരുത്തപ്പെടുന്നവനാണ് മഹ്റൂം. അങ്ങനെയുള്ള സഹാബിമാരെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അവനെല്ലാം നന്നായി ഡ്രസ്സ് ഇടും, നന്നായി ചിലപ്പോൾ ഈ കൈയൊക്കെ കഴുകും, മുഖമൊക്കെ തുടയ്ക്കും, കുറച്ച് നെയ്യൊക്കെ കൈമ പെരട്ടും, നെയ്ച്ചോറ് തിന്ന മണം ഉണ്ടാവട്ടെ എന്നൊക്കെ വെക്കും. പക്ഷെ വീട്ടിൽ അരി പുകയുന്നുണ്ടാവില്ല. അങ്ങനത്തെ സഹാബത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു. അത്തരം സഹാബത്തുകളെ മനസ്സിലാക്കിയ നബി വിഷമിച്ചപ്പോഴായിരിക്കാം ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അൽ മാരിജ് സൂറത്തിൻ്റെ ഈ അവതരണം നടന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ മഹ്റൂമിങ്ങളെ തിരിച്ചറിയുന്നത് നമസ്കാരം നിലനിർത്തുമ്പോഴാണ്. അതായത് ദൈവത്തോടുള്ള ഇബാദത്ത്, ദൈവത്തോടുള്ള ഏറ്റവും വലിയ ആരാധനാ കർമ്മം ചെയ്യുന്നവർക്കാണ്
തൻ്റെ ഇപ്പുറത്ത് ഒരേ സഫിൽ നിന്നുകൊണ്ട് തന്നെ മുട്ടി നമസ്കരിക്കുന്ന സഹോദരൻ ഒരു മഹ്റൂമാണെന്നും താൻ അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാതെ അവൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നത് നമസ്കാരം നിലനിർത്തുന്നതിൻ്റെ ലക്ഷണമാണ്. അല്ലാതെ നിസ്കരിക്കാൻ 5 നേരം നിസ്കരിക്കാനൊക്കെ എളുപ്പം ഒരർത്ഥത്തിൽ 50 ദൈവം ഉദ്ദേശിച്ചത്. ഞാൻ എപ്പോഴും പറയും 50 തന്നെയാണ് അതിൻ്റെ ശരി. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ കഥയൊക്കെ കേട്ട് ഈസാ നബീൻ്റെ ഇടയിൽ ഇരുന്ന് നിലവിളിച്ചു എന്നോ എൻ്റെ ഉമ്മത്തിനെ കൊണ്ട് ഇത് പറ്റൂല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ ശരിയാണ്, അതൊക്കെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ 50 അല്ല 50,000 എത്ര സെക്കൻഡ് ഉണ്ടോ 24 × 60 60 എത്രയാണ് എൻ്റെ സെക്കൻഡ്, അത്രയും സെക്കൻഡ് നമ്മൾ ദൈവത്തെ ആരാധിക്കാനും സ്മരിക്കാനും വേണ്ടി തന്നെ മാറ്റി വെക്കണം. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ജീവിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതമാകുന്ന സർവ്വതും ദൈവാർപ്പണമാക്കി ചെയ്യണം. അത് കുട്ടികളുണ്ടാക്കിയാലും വേണ്ടിയില്ല, കുട്ടികളെ പോറ്റിയാലും വേണ്ടിയില്ല, കല്യാണം കഴിച്ചാലും വേണ്ടിയില്ല, അതൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് എന്നുള്ള ബോധത്തിൽ അത് ചെയ്യണം. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. ഈ ലോകത്തിൽ ജനസംഖ്യ നിലനിർത്തേണ്ടത്, ഈ ലോകത്തിൽ മനുഷ്യരെ നിലനിർത്തേണ്ടത്, ഉൽപ്പാദിപ്പിക്കേണ്ടത്, കൊടുക്കേണ്ടത്, വ്യവസായം ചെയ്യേണ്ടത്, ഇതൊക്കെ എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടിയാണെന്ന ബോധത്തോടു കൂടി ഈശ്വരാർപ്പണമായി ചെയ്തു തുടങ്ങണം. അതാണ് സത്യത്തിൽ ഇസ്ലാം എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയല്ലെങ്കിൽ തിരുത്തി പറഞ്ഞോളി. അപ്പോൾ ദൈവം ഉദ്ദേശിച്ചത് സൃഷ്ടിയിലെ നിയത്തെന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യനെ ആവശ്യമുണ്ട്. ദൈവത്തിന് അവതാരമായി ചുരുങ്ങാൻ താല്പര്യമില്ല. പക്ഷേ മനുഷ്യവർഗമായി ഓരോ നിമിഷവും ഈ പ്രപഞ്ചത്തിൻ്റെ ഖലീഫമാരും അതിൻ്റെ ഭരണകർത്താക്കളും പ്രതിനിധികളുമൊക്കെയായി മാറാൻ. അങ്ങനെയാണ് പണ്ടൊരു ഖലീഫ വിളിച്ചു പറഞ്ഞത്, തബ്രീസ് നദിയുടെ തീരത്തൊരു കഴുത, സാധാരണ കഴുത, ഒരു ഡോങ്കി, അത് ഭക്ഷണം കിട്ടാതെ മരിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ രാജിവെക്കും ഖലീഫ സ്ഥാനം. അങ്ങനെ പറഞ്ഞ ഖലീഫമാരൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചാലും എൻ്റെ സ്ഥാനം ഞാൻ രാജിവെക്കൂല എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരാണ് നമുക്കുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കോട്ടെ, ഇനി ഞാനെന്തിന് രാജിവെക്കണം? ഒരു കഴുത പട്ടിണി കിടന്ന് മരിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്നും ഞാനത് രാജിവെക്കുമെന്നും പറയുന്നവർ ഉണ്ടാകണം ഈ നാട്ടിൽ. അത്തരം ഖലീഫ ഉമർമാരൊക്കെ ഉണ്ടാവണം. ആദ്യത്തെ ഉമറല്ല, വേറൊരു ഉമർ ഉണ്ടായിരുന്നു ഖലീഫയായി. അദ്ദേഹത്തെക്കുറിച്ചാണ് ആ കഥ പറയുന്നത്. ഒന്നാമത്തെ ഉമറും മോശമൊന്നും ആയിരുന്നില്ല, ഉസ്മാനും ഉമറും ഒന്നും ഒരിക്കലും മോശം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ വേഷം മാറി തങ്ങളുടെ രാജ്യത്തിലൂടെ, തങ്ങളുടെ പ്രജകളുടെ ഇടയിലൂടെ റൊട്ടിയുണ്ടോ, ഒലിവെണ്ണയുണ്ടോ, തിന്നാൻ എന്തെങ്കിലുമുണ്ടോ, ഈന്തപ്പഴമുണ്ടോ, വെള്ളമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി വേഷം മാറി നടന്നിരുന്നവരൊക്കെ. ആ കാലഘട്ടമൊക്കെ പോയി. ഈ ഖലീഫ ഉമറിൻ്റെയും ഉസ്മാൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മഹാത്മാഗാന്ധിയും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഖലീഫ, അല്ലെങ്കിൽ അദ്ദേഹം കാണുന്ന രാമരാജ്യത്തിലെ ഖലീഫ ഇങ്ങനെയൊക്കെയായിരുന്നു, ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലെ ഖലീഫയായിരുന്നു ആ രാമരാജ്യത്തിലെ ഖലീഫ അല്ലെങ്കിൽ പ്രതിനിധി. നമുക്കെവിടെയാണ് തെറ്റിയത് എന്നൊന്ന് ചിന്തിക്കണം. നമ്മളും തിരിച്ചു വരേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ ദൈവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് മമ്മൂ സാഹിബിനെ പോലൊക്കെ ഉള്ളവർ. ഞാനിതൊക്കെ പറയാൻ കാരണം അതാ, ഇതേപോലുള്ള അനുഭവം എനിക്കുണ്ടായത് നമ്മളെ വയനാട് മുസ്ലിം ഓർഫണേജിലെ ജമാൽ കേക്കി ആയിട്ടുള്ള പരിചയത്തിലാണ്. ഞാൻ അവിടുത്തെ മാരേജിൽ, അവിടുത്തെ എല്ലാ വർഷവും നടത്തുന്ന സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാറുണ്ട്. സത്യത്തിൽ സന്യാസിമാർ വിവാഹത്തിൽ പങ്കെടുക്കരുതെന്ന പലരും ഇവിടെ നിന്ന് മക്കളെ കല്യാണമൊക്കെ വിളിക്കാറുണ്ട്. സ്വാമി നിങ്ങൾ വരണം, ഭയങ്കരമാണ്, അതാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ സ്വന്തം മുരീദന്മാരുടെ കല്യാണത്തിന് പോലും ഞാൻ പോകാൻ പാടില്ല. കാരണം എന്താ, സന്യാസി എന്ന് പറഞ്ഞ പെണ്ണും മടക്കോഴില്ലാതെ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ അയാൾ അവിടെ പോയിട്ട് പൂച്ചക്കെന്താ പൊന്നൊരുക്കണോടത്ത് കാരണം എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഏതായാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു മസല, അല്ലെങ്കിലേ ഞാൻ പല മസലകളും തെറ്റിച്ച് നടക്കുന്ന ഒരാളായതുകൊണ്ട് അതൊക്കെ പിന്നെ ഓലങ്ങോട്ട് പൊറുക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ കല്യാണത്തിനും കൂടി പോയി സുജായി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എപ്പോഴോ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മഹറോൻ ചൊല്ലും. അതുകൊണ്ട് ഞാൻ പൊതുവെ ആരെ കല്യാണത്തിനും പോകലില്ല. അപ്പം ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഇങ്ങനെ സമൂഹ വിവാഹത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അതിന് കുഴപ്പമില്ല, അതിനൊരു മസല ഉണ്ട്. കാരണം 2 രീതിയിൽ പങ്കെടുക്കുക. ഒന്നില്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിൽ നടക്കുന്ന കല്യാണത്തിന് നമുക്ക് കാർമ്മികത്വം വഹിച്ച് അവിടെ പങ്കെടുക്കാം.
അല്ലെങ്കിൽ മറ്റൊരു മതം വലിയ രീതിയിൽ ഇങ്ങനെയൊക്കെ നല്ല സതുദ്ദേശത്തോടു കൂടി നടത്തുന്ന കല്യാണങ്ങളിൽ പങ്കെടുക്കും. അപ്പോൾ എനിക്ക് സന്തോഷം. അങ്ങനെ ഞാൻ മുട്ടിൽ വയനാട് മുസ്ലിം ഓർഫനേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജമാൽക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അദ്ദേഹത്തിന് ദൈവം അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം വളരെ വിശാലമാക്കി കൊടുക്കട്ടെ. ഒരുപാട് പേർക്ക് അദ്ദേഹം ഇതേപോലെ ചിരിക്കുന്നൊരു മനുഷ്യനാണ് അല്ലേ, വളരെ ചിരിയും സിംപ്ലിസിറ്റിയാണ്, ഈ ബേജാറില്ലാത്ത മനുഷ്യന്മാർ. ഇപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇരുന്നപ്പോൾ ഓഫീസിൽ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ, ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം വൈകുന്നതനുസരിച്ച് മൂപ്പര് കുറച്ചൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട്, വേഗം തുടങ്ങിയല്ലേ വേഗം തുടങ്ങി, പക്ഷെ ബേജാറില്ല. ഞാനൊക്കെ ആലോചിച്ചൊക്കെ ചിലവരാണെങ്കിൽ അങ്ങോട്ട് ആജ്ഞാപിച്ചിട്ട് ഇപ്പം തുടങ്ങിയില്ലെങ്കിൽ ഞാൻ വേറെ വല്ല പരിപാടി നോക്കുന്നൊക്കെ പറഞ്ഞ് ഇപ്പം തന്നെ തുടങ്ങണം. അപ്പോൾ തങ്ങൾ വരുന്നുണ്ട് 5 മിനിറ്റ്, ഈ 5 മിനിറ്റ് മൂപ്പര് എത്ര 5 മിനിറ്റ് പറഞ്ഞെന്നാണ്, 1.5 മണിക്കൂറോളം മൂപ്പർക്ക് 5 മിനിറ്റ് തന്നെയായിരുന്നു. ഓരോ പ്രാവശ്യം മൂപ്പര് വരും 5 മിനിറ്റ് ഇവിടെ എത്തിക്കണം, ആദ്യം ഹൈത്തമി ഉസ്താദ് വരട്ടെ, ഇപ്പോൾ എവിടെ എത്തിക്കണം, ഒന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കണം, ഇങ്ങനെ കമൻട്രി ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പർക്ക് ആ പുഞ്ചിരിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയോ ദൈവത്തിൻ്റെ ഒരു നിയോഗം കുറച്ചധികം ഏറ്റെടുത്ത് അത് തൻ്റെ ഒരു രൂപമാക്കി, തൻ്റെ ഒരു നേച്ചറാക്കി, സ്വരൂപമാക്കി മാറ്റുന്ന ചില ആളുകളുണ്ട്. അതിൽപ്പെട്ടവരാണ് നിങ്ങളുടെ അഭിമാനമാകേണ്ടെന്നായിരിക്കുന്ന മമ്മുസാറും മമ്മുസാഹിബും ജമാൽ സാഹിബും അങ്ങനെ വേറെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. അതേമാതിരി മുക്കം ഓർഫനേജുമായി ബന്ധപ്പെട്ട് അവിടെ ഞാനൊരു കല്യാണത്തിൻ്റെ ഇതിന് പോയി. അപ്പോൾ എനിക്കിപ്പോൾ ആകെ കല്യാണത്തിന് പോകാനുള്ള അനുവാദം ഇങ്ങനെയുള്ള കല്യാണത്തിനാണ്. സ്വന്തം മുരീദുമാരെ കല്യാണത്തിന് പോലും ഞങ്ങൾ പോകാൻ പാടില്ല. ഓരോരോ അമ്പലത്തിലും എവിടെയിലൊക്കെ വെച്ച് ആശ്രമത്തിലൊക്കെ അത് വെച്ച് നടത്തും. ഞാനിത് പറഞ്ഞുകൊണ്ട് വരുന്നത് നമുക്കിപ്പോൾ എന്തിൻ്റെ കുറവാണ് ദൈവം തന്നിട്ടുള്ളത്, എന്തിൻ്റെ മനസ്സിലാക്കലിൻ്റെ കുറവല്ലോ. സിമ്പിളാക്കപ്പെട്ട മതമാണ് ഇസ്ലാം എന്ന് പറയാറുണ്ട്. വളരെ സിമ്പിളാണ്. വലിയ ഫിലോസഫിയോ അല്ലെങ്കിൽ വലിയ കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും ചിന്തിച്ച് ദൈവത്തിൻ്റെ അസ്തിത്വം ചിന്തിച്ച് പോകേണ്ട കാര്യമൊന്നും പൈലില്ല. അതതിനു വേണ്ടി ഇറങ്ങുന്നവർക്കുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരുപാട് ഫങ്ഷനാലിറ്റി, അത് എന്താ പറയുക, ഒരുപാട് പ്രാക്ടിക്കാലിറ്റി, അതിൻ്റെ എക്കണോമിക് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എപ്പോഴും നമ്മൾ വിചാരിച്ചാൽ മതി, ഒരു മുസ്ലിം കുടുംബം തൻ്റെ വീടിന് ചുറ്റുമുള്ള 4 കുടുംബങ്ങളുടെ കാര്യങ്ങൾ മൊത്തമായി ഏറ്റെടുത്താൽ ഇവിടെ ഒരു ഭക്ഷ്യശൃംഖലയും വേണ്ട, ഇവിടെ ഒരു റേഷനിങ് സംവിധാനവും വേണ്ട. ഇതൊക്കെ എന്നോ ഇതിനെക്കുറിച്ചൊന്നും ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഞാനൊക്കെ കെയ്റോ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ഒരുപാട് ബുക്കുകളൊക്കെ തപ്പിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻ്റർനെറ്റിൽ നിന്നിപ്പോൾ കിട്ടാത്ത വിഷയങ്ങളൊന്നുമില്ലല്ലോ. ഇതിനെക്കുറിച്ചൊന്നും ദ ഗ്രാസ് റൂട്ട് ലെവൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ഇസ്ലാം ഒന്നും ഇനിയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ ആരാ ചർച്ച ചെയ്യാൻ വരാൻ അറിയില്ല, അള്ളാഹു ആയാലും. അപ്പം എന്താ കാട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ചില പ്രഫുല്ലങ്ങളാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒപ്പെങ്കിലും നിന്ന് കൊടുക്കുക. അത്രയല്ലേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരാൾ ചെയ്യണ സമയത്ത്. അപ്പം അതിനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിനെ ഉള്ളു തുറന്ന് ഇതൊരു ദൈവികമായ കാര്യമാണെന്ന് മനസ്സിലാക്കുക. അത്തരം പ്രാർത്ഥനകൾ ഉണ്ടാവുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഇത്തരം ആളുകൾ നമ്മുടെയൊക്കെ മതങ്ങളിൽ ഇനിയും ഉദിച്ചു വരട്ടെ. അവരിലൂടെ പ്രകാശിതരായി പോയവരുടെ ലിസ്റ്റൊക്കെ ഇവിടെ പാട്ടിൽ ഞാൻ കേട്ടു. അനിൽകുമാർ ഉണ്ട്, എനിക്കറിയാവുന്ന അനിൽകുമാർ ഉണ്ട് അല്ലേ, അനിൽകുമാർ ML ഉണ്ട്. നമ്മളൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിലെ വയൽ കേട്ട് അത്ഭുതപ്പെട്ടു പോയ നമ്മുടെ സമദാനി സാഹിബ് ഉണ്ട്, അബ്ദുൾ സമദാനി സാഹിബ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരെ എവിടേക്കോ കണക്റ്റ് ചെയ്ത് വലിയ വലിയ സ്ഥാനങ്ങളിലേക്കൊക്കെ വിടാൻ സാധിച്ചവരെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രതിഫലത്തിന് അർഹമായ പ്രവർത്തികളായിട്ട് നമുക്ക് കാണണം, പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഇനി ഇബ്രാഹിം നബിയും കൂട്ടരും കഅബ ദേവാലയം പുതുക്കിപ്പണിതതിന് ശേഷം ദൈവത്തോട് അപേക്ഷിക്കുന്നൊരു അപേക്ഷ. ഇവിടെ തുയർന്നോന്നും എനിക്കറിയില്ല, രാവിലത്തേൽ തുറന്നോന്നും എനിക്കറിയില്ല. സാധാരണ നമ്മുടെയൊക്കെ ദ്വയർക്കൽ അത് ഉൾപ്പെടുത്താറുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. എന്താണ്? ദൈവമേ, ഇത് ഞങ്ങളിൽ നിന്ന് ഒരു സ്വീകരിക്കുന്ന അമലായിട്ട് അല്ലെങ്കിൽ സ്വാലിഹായിട്ടുള്ളൊരു അമലായിട്ട് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. ഈ പ്രാർത്ഥനയോടുകൂടി ഈ ഒരു സദസ്സിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഇനിയും ദീർഘായുസ്സോടുകൂടിയ ഹാഫിയത്ത്,
മാത്രമല്ല ഇഹത്തിലും പരത്തിലും തക്കതായ കൂലി എല്ലാം ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ ആ ചിരി, അത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ നൈർമല്യം, ചിരി എന്ന് മാത്രം പറഞ്ഞാലൊന്നും പോരാ, അതിൻ്റെ നൈർമല്യം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഇത് പറഞ്ഞ് നിങ്ങളുടെയൊക്കെ പൊരുത്തവും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ഉണ്ടാകണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.